വയസ്സുകാരൻ ദിക്ഷലിന്റെ മരണത്തിൽ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിക്കെതിരെ കുടുംബം ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഒരു സിസ്റ്റർ മാത്രമാണ് കുട്ടിയെ നോക്കിയത്. ഡോക്ടർ നോക്കി നിന്നെന്നും കുട്ടിയുടെ അച്ഛൻ ദിലീപ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. നമ്മെ ആകെ വേദനിപ്പിച്ച് ഇന്നലെയാണ് 8 വയസ്സുകാരൻ ദിക്ഷൽ പാമ്പിന്റെ കടിയേറ്റ് മരിക്കുന്നത്. ഇന്നലെ ആ സംഭവം ഉണ്ടായതിനു ശേഷം ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലാണ് ദിക്ഷലിന്റെ അച്ഛൻ എത്തിക്കുന്നത്. പക്ഷെ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന അനുഭവത്തെ പറ്റി കഴിഞ്ഞ ദിവസം തന്നെ ദിക്ഷലിന്റെ അച്ഛൻ പറഞ്ഞിരുന്നു. ദിക്ഷലിനെ കടിച്ചത് പാമ്പാണ് എന്ന് കണ്ടെത്താൻ ആശുപത്രി അധികൃതർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ലക്ഷണങ്ങളെല്ലാം ഉണ്ടായിരുന്നു. തലകറക്കമായാലും ശ്വാസം മുട്ടലായാലും കണ്ണ് മങ്ങുന്നതായാലും രണ്ടായി കാണുന്നതായാലും ഇതൊക്കെ ദിക്ഷലിന് അനുഭവപ്പെട്ട ലക്ഷണങ്ങളാണ്. പക്ഷേ ദിക്ഷലിനെ കടിച്ചത് പാമ്പാണ് എന്ന് കണ്ടുപിടിക്കാൻ ആശുപത്രി അധികൃതർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറെ ഗൗരവമുള്ള കാര്യം. അവർ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ അതിൽ ഒന്നും കാണിക്കുന്നില്ലെന്നാ പറഞ്ഞു. കാണിക്കില്ലെന്ന് പറയുമ്പോഴാണ് അവ ഈ ബുദ്ധിമുട്ടെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. കണ്ണ് തലകറങ്ങുന്നുണ്ട്, ശ്വാസം ബുദ്ധിമുട്ടുണ്ട്, രണ്ടായിട്ട് കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ കൂട്ടത്തിലാണ് ഒമറ്റ് ചെയ്ത് തൊണ്ടയിൽ ഇതായി നിന്നത്. അപ്പൊ അവര് തൊണ്ടയിൽ കഫം നിൽക്കുന്നു എന്നാണ് പറഞ്ഞത്. കഫം തൊണ്ടയിൽ കുരുങ്ങിയിരിക്കുന്നു, അതുകൊണ്ട് കാണിക്കുന്നു എന്നാ പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഓക്സിജൻ വെച്ചിട്ട് കൊണ്ട് മെഡിക്കലിൽ പോകാൻ പറഞ്ഞു. അവരെന്തെങ്കിലും ഒന്ന് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ 5-10 ദിവസം കിടന്നിരുന്നെങ്കിൽ കിട്ടിപ്പോനെ. ദിക്ഷലിന്റെ വീടിന്റെ ശോചനീയാവസ്ഥ നമ്മൾ ഇന്നലെ കണ്ടതാണ്. വളരെ മോശം അവസ്ഥയിൽ താമസിക്കുന്ന ഒരു കുടുംബമാണ്. അതുമാത്രമല്ല, ദിക്ഷലിന്റെ വീടിരിക്കുന്ന പ്രദേശവും ഇഴജന്തുക്കളുടെ സാന്നിധ്യം വളരെ കൂടുതലുള്ള സ്ഥലമാണ്. വീട്ടിലേക്ക് പോകുന്നത് ഒരു ഇടവഴിയിലൂടെയാണ്. ഒരു മതിലുണ്ട്. ആ മതിലിലൊക്കെ ഈ പാമ്പുകൾ കയറിയിരിക്കാൻ സാധ്യതയുള്ള ഹോളുകളുണ്ട്. ഇതുകൂടാതെ ദിക്ഷലിന്റെ വീട്ടിന്റെ മുൻവശത്ത് ഒരു ചതുപ്പാണ്, തെങ്ങും തോപ്പാണ്. അവിടെയും ഇഴജന്തുക്കളുടെ സാധ്യത ഉള്ളതാണ്. അപ്പോൾ ചൂടുകാലമാണ്. ഇഴജന്തുക്കൾ പാമ്പുകൾ പുറത്തേക്കിറങ്ങാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പുകളൊക്കെ ഉണ്ട്. ശ്രദ്ധിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല. സജികുമാറിനൊപ്പം TS ഹരികൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.